ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ നമ്മളിന്ന് ജയ്പൂർ പോവുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ബാക്കി കാണാം. നമ്മളങ്ങനെ ലാസ്റ്റ് ബലോത്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഓ ഇവർക്കൊക്കെ അല്ല, ആർക്ക് കമ്പിളി കൊടുത്തു? റോഡിൽ കിടക്കുന്ന ഇങ്ങനെ ഇങ്ങനെ കോളനി കണക്ക് ഇങ്ങനെ ടെന്റ് കെട്ടി കിടക്കുന്ന ആൾക്കാരുണ്ട്. പതിനൊന്ന് ഇവിടെ ഉണ്ട്. 11. അങ്ങനെ നമ്മളെ ലാസ്റ്റ് ട്രെയിനിൽ കയറി ഗൈസ്. ഇനി ഉറങ്ങി എഴുന്നേറ്റ് ജയ്പൂരിലെത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. രാത്രി 11:20 നമ്മൾ ബലോത്രയിൽ നിന്ന് ട്രെയിൻ കയറിയത്. ഇപ്പോൾ 6:20 ആയപ്പോഴത്തേനും നമ്മൾ ജയ്പൂരെത്തി. നമ്മൾ കൂടാണ്ട് മാമനും മാമിയും ഞാനും കൂടാണ്ട് വേറെ 2 ഫാമിലീസ് കൂടി ഉണ്ട്. അവരെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. ഇപ്പം എല്ലാവരും ഒന്ന് ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റേ ഉള്ളൂ. The taxi has made all your roads to Bhopal Express ഹോട്ടൽ ഓൾറെഡി നമ്മൾ മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇപ്പോൾ ഹോട്ടലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. नीचे നമ്മളിപ്പോൾ ഹോട്ടലിലെത്തി. ഇനി ഫ്രഷ് ആയിട്ട് വേണം പുറത്തോട്ട് പോകാനായിട്ട്. ബാക്കി വിശേഷങ്ങൾ അപ്പോൾ കാണാം. നമ്മളെല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കാഞ്ചി റെസ്റ്റോറൻറ്റിലോട്ട് വന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അവിടെ ആകെ ബ്രേക്ക്ഫാസ്റ്റിന് 2 ഐറ്റമേ ഉണ്ടായിരുന്നുള്ളൂ. പൂരി, പൂരി കണക്കിരിക്കുന്ന വേറെ എന്തോ ഒരു ഐറ്റം. നമ്മളെല്ലാവരും പൂരിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൂരി, പൊട്ടറ്റോ കറി, സാലഡ്, അതിൻ്റെ കൂടെ തന്നെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു, വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, മുളകിൻ്റെ ഒരു അച്ചാർ കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 2 ഫാമിലീസ് ഇവരാണ്. ഇവരും ബലോത്രയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫാമിലി, സെക്കൻഡ് ഫാമിലി ബാക്കിൽ. ചേട്ടാ പേര് പറഞ്ഞേ? പ്രവീൺ, പിന്നെ എൻ്റെ മാമനും മാമിയായിരുന്നു. മാമൻ്റെ പേര് അഖിൽ, മാമിയുടെ പേര് സുജന. 1976 ഉണ്ടാക്കിയ ഒരു പഴയ ഒരു തിയേറ്ററാണ് രാജ് മന്ദിർ. इधर में आप लोग जाना है ऊपर सीढ़ियों से एंड राइट साइड में चले जाना, बिरला मंदिर है ना। वापस इधर ही आना है? वापस इधर ही आना है, 20 मिनट्स। चलिए 20 मिनट्स में हो जाएगा। നമ്മളിപ്പോൾ വന്നേക്കുന്നത് ബിർള മന്ദിറിലാണ്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ബിർള മന്ദിർ ടെമ്പിൾ അല്ലെങ്കിൽ മാർബിൾ ടെമ്പിൾ എന്ന് പറയും ഇതിനെ. സോ നമ്മൾ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ കൈ കഴുകിയിട്ട് വേണം കയറാനായിട്ട്. ചൂടാണെങ്കിൽ ഇവിടുത്തെ ടൈലിനൊക്കെ നല്ല തണുപ്പ്. ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഫോട്ടോസ് എടുക്കാൻ പാടില്ല എന്നുള്ളത്. ജയ്പൂരിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ് ബിർള മന്ദിർ. രാജസ്ഥാനിലെ മോദി തുൻകരി കുന്നിൻ്റെ അടിത്തട്ടിലുള്ള ഒരു ഉയർന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തെ ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നും വിളിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഹിന്ദു ദൈവങ്ങളെയും ദേവതകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഹിന്ദു ചിഹ്നങ്ങളുടെ അതിമനോഹരമായ കൊത്തുപണികളും പിന്നെ ഗീതയിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നുമുള്ള പുരാതന ഉദ്ധരണികൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. 1 രൂപയുടെ ടോക്കൺ തുകയ്ക്ക് മഹാരാജാവ് ബിർള കുടുംബത്തിന് നൽകിയ സ്ഥലത്താണ് ബിർള ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ബിർള ക്ഷേത്രം പണി കഴിപ്പിച്ചത് രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിനുള്ള ആദരാഞ്ജലിയായി ഇന്ത്യയിലെ 3 മതങ്ങളെ പ്രതിനിധീകരിച്ച് ബിർള മന്ദിറിന് 3 താഴികക്കുടങ്ങളാണുള്ളത്. അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദമാണ് ഈ വൈറ്റ് കളറിൽ നിങ്ങൾ കാണുന്നത്. ഇവിടെയുള്ള മിക്ക അമ്പലങ്ങളിലെ പ്രസാദവും ഇങ്ങനെയാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ ഇറങ്ങി വന്നത്. വെളിയിലാണെങ്കിൽ ഒടുക്കത്തെ ചൂട്, പക്ഷെ കാലാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന കണക്കുള്ള തണുപ്പാണ് കാലിൽ അനുഭവപ്പെടുന്നത്. കാരണം മാർബിൾ കൊണ്ടാണ് ഈ അമ്പലം മൊത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. ലക്ഷ്മി ദേവി മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ദീപാവലി സമയത്തും ജന്മാഷ്ടമി സമയത്തും വരുവാണെങ്കിൽ നല്ല തിരക്കായിരിക്കും, അതേപോലെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അല്ലെങ്കിൽ തന്നെ തിരക്കുണ്ട്, എങ്കിലും കൂടുതൽ തിരക്ക് കാണപ്പെടുന്നത് ആ സമയങ്ങളിലാണെന്നാണ് ഇവിടെ പറയാറ്. പേരെന്താ മാമ?
ഇതിന്റെ പേരെന്താ? പാവകൾക്ക് യൂസ് അല്ല, ചെയ്യും. ആ. വെച്ചോ?